ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ള വൂൾവറിൻ വേരിയൻസിൽ ആദ്യത്തെ ക്യാരക്ടർ തന്നെയാണ് ലോഗൻ. ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ഒന്നുമില്ല. ഓൾറെഡി ഒരു എൻഡിയർ മൂവിയിലൂടെ തന്നെ സ്റ്റോറി ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിന്റെ സ്കെലിട്ടൺ ഡെഡ്പൂൾ കണ്ടെത്തുകയും അതേ തുടർന്ന് തന്റെ ടൈം ലൈൻ നേരെയാക്കുവാൻ വേണ്ടി റീബോൺ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നെങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടർ പൂർണ്ണമായും മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിന് ശേഷമായി ഈ ഒരു ക്യാരക്ടറിന്റെ ബോൺസുമായി വെച്ചുകൊണ്ട് TV ഏജൻസുമായി ഫൈറ്റ് ചെയ്യുന്ന ഡെഡ്പൂളിനെയും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഡെഡ്പൂൾ യൂണിവേഴ്സിന്റെ തന്നെ ആങ്കർ ബീങ് ആയിട്ടുള്ള ഈ ഒരു വൂൾവറിനെ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് മറ്റുള്ള വൂൾവറിൻ വേരിയൻസിനെ എല്ലാം തന്നെ നമുക്ക് മൂവിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴും ചില ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ലോഗൻ ടൈം ലൈനിൽ ഡെഡ്പൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓൾറെഡി ഈ ഒരു എൻഡിയർ മൂവിയിൽ കാണിക്കുന്ന ടൈം ലൈൻസിലെല്ലാം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നീട് വരുന്ന MCU പ്രൊജക്റ്റുകളിലൂടെ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിൽ ഡെഡ്പൂൾ ആദ്യം തന്നെ കണ്ടെത്തുന്ന വൂൾവറിൻ വേരിയന്റ് തന്നെയാണ് ഷോർട്ട് കിങ് വൂൾവറിൻ അഥവാ കോമിക് ആക്യുറേറ്റ് വൂൾവറിൻ. ഷോർട്ട് കിങ് വൂൾവറിൻ എന്ന് ഡെഡ്പൂൾ തന്നെയാണ് വിളിക്കുന്നതെങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് യഥാർത്ഥത്തിൽ കോമിക് ആക്യുറേറ്റ് ആയുള്ള വൂൾവറിന്റെ ഹൈറ്റ് എന്ന് പറയപ്പെടുന്നത്. എല്ലാം കൊണ്ട് ഹ്യൂ ജാക്ക്മാൻ ഒരു പെർഫെക്റ്റ് വൂൾവറിൻ ആണെങ്കിൽ തന്നെയും ചില അന്തം ഫാൻസ് ഈ ഒരു ക്യാരക്ടറിന്റെ ഹൈറ്റ് കുറവില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കോമിക് ആക്യുറേറ്റ് എന്ന് പറഞ്ഞ് ചില ഒച്ചപ്പാടും ബഹളവും വെക്കാറുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ഒറ്റ മൂവിൽ കാണിച്ചതോടുകൂടി ഇത് എത്രത്തോളം അഗ്ലിയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചുരുക്കത്തിൽ ഈ ഒരു അന്തം ഫാൻസിനെ ഊക്കിക്കൊണ്ട് തന്നെയാണ് മാർവൽ ഇവിടെ ഡെഡ്പൂളിനെ വെച്ച് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിലൂടെ നമ്മൾ കണ്ടുണ്ടായിരുന്ന വൂൾവറിന്റെ മറ്റൊരു അൾട്ടർനേറ്റീവ് വേരിയന്റ് തന്നെയാണ് വെപ്പൺ എക്സ് വൂൾവറിൻ എന്നത്. അപ്പോക്കലിപ്സിനാൽ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒരു അൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ് ഈ ഒരു വെപ്പൺ എക്സ് വൂൾവറിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല ഈ ഒരു പോസ്റ്റ് അപ്പോക്കലിറ്റിക് വേൾഡിൽ സൈക്ലോപ്സുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഫൈറ്റിൽ തന്റെ ഒരു കൈ ഭാഗികമായി നഷ്ടപ്പെടുകയും എന്നാൽ അതിൽ നിന്നും ബ്ലേഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവും ഈ ഒരു വേർഷനിലുള്ള ലോഗനുണ്ട്. മാത്രവുമല്ല ജീൻ ഗ്രേ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിൽ ലോഗന്റെ പേരായിട്ടുള്ളതും. ആക്ച്വലി ഈ ഒരു വേർഷനിലുള്ള വൂൾവറിൻ എന്നത് നോർമൽ വേർഷൻസിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടി ഈവിൾ ആയിട്ടുള്ളതും വൂൾവറിന്റെ ബെർസക്കർ റേജിൽ കൃത്യമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡെഡ്പൂളിനെ കാണുമ്പോൾ തന്നെ ഒരു മയവും ഇല്ലാതെ എടുത്തിട്ട് ഇടിച്ച് വെട്ടിക്കീറുന്നത്. മൾട്ടിവേഴ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡെഡ്പൂൾ മീറ്റ് ചെയ്യുന്ന വൂൾവറിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് ദ പാച്ച്. മാർവൽ കോമിക്സ് പ്രകാരം ഇത് വൂൾവറിന്റെ അൾട്ടർനേറ്റീവ് വേരിയന്റ് അല്ല, മറിച്ച് എർത്ത് 616 തന്നെയുള്ള വൂൾവറിന്റെ ഒരു മൾട്ടർനേറ്റീവ് ഐഡന്റിറ്റി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നിക് ഫ്യൂരിക്ക് സ്വഭാവമായ രീതിയിൽ ഒരു പാച്ച് കെട്ടിക്കൊണ്ട് മദ്രിപ്പൂരിൽ തന്റെ സീക്രട്ട് ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന പാച്ച് എന്ന ഈ ഒരു ക്യാരക്ടർ അവിടെയുള്ള ഇല്ലീഗൽ ഡീലിംഗ്സിനെതിരായി സ്പൈ വേലകൾ ചെയ്യുന്നതായിട്ടും കാണാം. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിൽ പ്രൈം വേർഷനിലുള്ള വൂൾവറിനെ തപ്പി നടക്കുന്ന ഡെഡ്പൂൾ വളരെയധികം സർപ്രൈസ്ലി കണ്ടുമുട്ടുന്ന ഒരു വൂൾവറിൻ വേരിയന്റ് തന്നെയാണ് കാൽവറിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഹെൻറി കാവിൽ വേർഷൻ ഓഫ് വൂൾവറിനെ തന്നെയാണ് ഇവിടെ കാൽവറിൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ആക്ച്വലി ഫാൻസ് വളരെ കാലമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാൻ കാസ്റ്റ് തന്നെയായിരുന്നു ഹെൻറി കാവിൽ വേർഷനുള്ള ഈ ഒരു വൂൾവറിൻ എങ്കിൽ തന്നെയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ DC ഒന്ന് ഊക്കുക തന്നെയാണ് മാർവൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെഡ്പൂളിൽ എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മാത്രമല്ല ഹെൻറി കാവിലിനെ കാണിക്കുന്ന ടൈമിൽ പുള്ളിക്കാരന്റെ ഐക്കോണിക് ആയിട്ടുള്ള പോസിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡെഡ്പൂളിനെ അറ്റാക്ക് ചെയ്യുന്നതും. ഇതിനെല്ലാത്തിനുപരിയായി ഇപ്പോൾ DC ഇൻഡയറക്റ്റ് ആയിട്ട് ഊക്കിക്കൊണ്ട് ഹെൻറി കാവിൽ ഇട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഒരു അപ്പോക്കലിറ്റിക് ആയ വേൾഡിൽ ഡെഡ്പൂൾ കണ്ടെത്തുന്ന വൂൾവറിന്റെ മറ്റൊരു അൾട്ടർനേറ്റീവ് വേരിയന്റ് തന്നെയാണ് ക്രൂസിഫൈഡ് വൂൾവറിൻ അഥവാ ഫിയർ ഡ്രീം വൂൾവറിൻ എന്ന് പറയപ്പെടുന്നത്. ആക്ച്വലി മാർവൽ കോമിക്സിന്റെ അൺകാനി എക്സ്പാൻ 251 ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു കോമിക് ബുക്ക് പോസ്റ്റർ തന്നെയാണിത്. ഈ ഒരു ടൈമിൽ റീവേഴ്സ് എന്നൊരു മ്യൂട്ടൻ ഗ്രൂപ്പ് വൂൾവറിനെ ഓസ്ട്രേലിയൻ സൈഡിൽ പിടിച്ചു വെച്ച് ടോർച്ചർ ചെയ്യുന്ന ടൈമിൽ പുള്ളിക്കാരന്റെ മുൻപിൽ നടക്കുന്ന ഇല്യൂഷൻസ് തന്നെയാണ് കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്നാൽ കോമിക്സിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ഈ ഒരു എൻറ്റയർ യൂണിവേഴ്സ് നശിച്ചു പോയെന്നും അതിന്റെ നടുക്ക് അവസാനമായി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വൂൾവറിൻ എന്ന രീതിയിലുമാണ് മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ള വൂൾവറിന്റെ മറ്റൊരു അൾട്ടർനേറ്റീവ് വേരിയന്റ് തന്നെയാണ് ഓൾഡ് മാൻ ലോഗൻ. കോമിക്സിൽ ഒരു പോസ്റ്റ് അപ്പോക്കലിറ്റിക് വേൾഡിൽ ജീവിക്കുന്ന ലാസ്റ്റ് സർവൈവിംഗ് മെമ്പേഴ്സിൽ ഒരാളായിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിന്റെ മെയിൻ വില്ലന്മാർ എന്ന് പറയപ്പെടുന്നത് സാക്ഷാൽ ഹൾക്ക് ഫാമിലി തന്നെയാണ്. എന്തിനേറെ പറയുന്നു ഈ ഒരു ക്യാരക്ടർ ഓൾഡ് മാൻ ഹൾക്ക് എന്ന ഹൾക്കിന്റെ ഒരു അൾട്ടർനേറ്റീവ് വേരിയന്റിനെ കൊല്ലുന്നതായിട്ട് നമുക്ക് ഇതേ കോമിക്സിലൂടെ കാണുവാൻ സാധിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും 2008 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഫാന്റാസ്റ്റിക് ഫോർ കോമിക്സിലൂടെയാണ് ഈ ഒരു ക്യാരക്ടറിനെ ആദ്യമായി മാർവലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ തന്നെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന 2015 സീക്രട്ട് വാർസ് ഇവന്റിലൂടെ ബാറ്റിൽ വേൾഡ് സ്റ്റോറി ലൈനിലൂടെയായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ കൂടുതലായിട്ട് മാർവൽ എക്സ്പ്ലോർ ചെയ്തിട്ടുമുള്ളതാണ്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിൽ നമ്മൾ അടുത്തതായി കാണുന്ന വൂൾവറിൻ വേരിയന്റ് തന്നെയാണ് ക്ലാസിക് വൂൾവറിൻ അഥവാ ബ്രൗൺ ആൻഡ് യെല്ലോ സ്യൂട്ട് വൂൾവറിൻ. ജോൺ ബ്രൗൺ എന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിൽ വൂൾവറിൻ ഉണ്ടായിരുന്ന ടൈമിൽ ഈ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക്കൽ കോസ്റ്റ്യൂം തന്നെയാണ് ഈ ഒരു ബ്രൗൺ ആൻഡ് യെല്ലോ എന്ന് പറയപ്പെടുന്നത്. ആക്ച്വലി ഈ ഒരു വേർഷനിലുള്ള വൂൾവറിൻ ഹൾക്കുമായി ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. എന്തിനേറെ പറയുന്നു ആദ്യമായി വൂൾവറിനെ കോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ ഹൾക്കിന്റെ ഒരു വില്ലൻ ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു റെഫറൻസ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. വൂൾവറിനെ ആദ്യമായി കോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ യെല്ലോ ആൻഡ് ബ്ലൂ ആയിരുന്നെങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടർ കൂടുതലായി പോപ്പുലർ ആയത് ബ്രൗൺ ആൻഡ് യെല്ലോ സ്യൂട്ട് ഉള്ള ടൈമിലാണെന്നുള്ളത് മറ്റൊരു സത്യം.
ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിൽ നമ്മൾ അവസാനമായി കണ്ടിട്ടുണ്ടായിരുന്ന വൂൾവറിൻ വേരിയന്റ് തന്നെയാണ് ദ വേസ്റ്റ് വൂൾവറിൻ. മാത്രമല്ല കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ആൻഡ് യെല്ലോ സ്യൂട്ടിൽ വന്നിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടർ മാത്രവുമാണ്. ഈ ഒരു ക്യാരക്ടറിനെ വേസ്റ്റ് വൂൾവറിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ് മൂലം തന്നെയാണ് ആ ഒരു എൻറ്റയർ യൂണിവേഴ്സിലുള്ള എക്സ്മെൻ ടീമും നശിക്കപ്പെട്ടെന്ന രീതിയിലാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. ഈവൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ മരണത്തിന് കാരണമായതും ഇതേ വൂൾവറിൻ വേരിയന്റ് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ വേസ്റ്റ് വൂൾവറിൻ എന്ന് പാരഡോക്സ് തന്നെ വിളിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള വൂൾവറിൻ വേരിയന്റ്സ് എല്ലാം തന്നെ ഡെഡ്പൂളിനെ കാണുമ്പോൾ തന്നെ ഒരു മയവുമില്ലാതെ എടുത്തിട്ട് വെട്ടിക്കീറാൻ വരുമായിരുന്നു. എന്നാൽ മെന്റലി വളരെയധികം വീക്ക് ആയിട്ടുള്ള ഈ ഒരു വേരിയന്റ് മാത്രമാണ് തന്നെ അറ്റാക്ക് ചെയ്യാഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഡെഡ്പൂൾ ഈ ഒരു ക്യാരക്ടറിനെ തന്റെ പേരായി തെരഞ്ഞെടുക്കുന്നത്. അറ്റ്ലാസ്റ്റ് ഈ ഒരു വൂൾവറിൻ വേരിയന്റും ഒരു വൃത്തിയായിട്ടുള്ള വൂൾവറിൻ ആണെന്ന്, അതായത് ഒരു ആങ്കർ ബീങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് മൂവി അവസാനിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു വൂൾവറിൻ വേരിയന്റിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക.